ജയ്കോ ജുവൽസ് പോത്താനിക്കാട്, തൊടുപുഴ, കോതമംഗലം. ജയ്കോ ഗോൾഡ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിൽ ഡീലേഴ്സിന്റെ സഹോദര സ്ഥാപനം. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് INTUC കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തകൊളുത്തി പ്രകടനവും യോഗവും നടത്തി. DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ യോഗം ഉദ്ഘാടനം ചെയ്തു. ജന്തർ മന്ദറിൽ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെയും MPമാർ ഉൾപ്പെടെയുള്ള നേതാക്കളെയും ക്രൂരമായി മർദ്ദിച്ച കേന്ദ്ര സർക്കാർ നടപടിയിൽ പ്രതിഷേധിച്ചും സമരക്കാർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു. കോതമംഗലം നഗരത്തിൽ INTUC കോതമംഗലം റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകൊളുത്തി പ്രകടനവും യോഗവും നടത്തി. നഗരസഭ മുൻ ചെയർമാൻ KP ബാബു ഫ്ളാഗ് ഓഫ് ചെയ്തു. തുടർന്ന് നടന്ന യോഗം DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അബു മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. എൻ്റെ കൊച്ച് ഒരു ബിരുദം നേടി ഒരു ജോലി കിട്ടിയാൽ എൻ്റെ കുടുംബം രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്ന രക്ഷകർത്താക്കളാണ് ഈ രാജ്യത്തുള്ളത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, അവരുടെ മനസ്സിൽ ഇരുത്തിയിരുന്നുകൊണ്ട് ഈ രാജ്യത്ത് പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു സന്ദേശവുമില്ലാതെ സർക്കാരിൻ്റെ മക്കൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തിക്കൊടുത്ത് ജയിക്കാനുള്ള സാഹചര്യം ഈ രാജ്യത്തുണ്ടാവുന്നു. അതിൻ്റെ പ്രതിഫലനം എന്താണ്? നീറ്റ് UG എഴുതി അതിൽ നിന്ന് റാങ്ക് ലിസ്റ്റുള്ളവരാണ് രാജ്യത്തെ ഡോക്ടർമാരാകുന്നത്. ആ ഡോക്ടർമാരെല്ലാം ഈ പരീക്ഷാ പേപ്പർ ചോർന്ന് അതിൽ നിന്നും എഴുതി വരുന്ന ആളുകൾ മെരിറ്റിൻ്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർമാർ ഈ രാജ്യത്ത് ഉണ്ടാകില്ല. ഈ രാജ്യത്ത് പണമുള്ളവന് നീറ്റ് UG ജയിക്കാനും അങ്ങനെ പരീക്ഷയിൽ 1ാം റാങ്കും 2ാം റാങ്കും വാങ്ങാനും ഈ രാജ്യത്ത് ഡോക്ടറാവാനും കഴിയുമ്പോൾ ഈ രാജ്യത്ത് വളരെ പ്രതീക്ഷയോടുകൂടി പകലില്ലാതെ പഠിച്ച് കൂലിപ്പണി ചെയ്ത് മക്കളെ പഠിപ്പിക്കുന്ന പാവപ്പെട്ടവൻ്റെ പ്രതീക്ഷ അസ്തമിക്കുകയാണ്. റീജിയണൽ വൈസ് പ്രസിഡന്റ് KM കാസിം അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സണ്ണി വർഗീസ്, ചന്ദ്രലേഖ ശശിധരൻ, ജിജി സാജു, സീതി മുഹമ്മദ്, ബേസിൽ തണ്ണിക്കോട്, ആന്റണി KV, സുരേഷ് ആലപ്പാട്ട്, ബഷീർ ചിറങ്ങര, റസാഖ് നേരിമംഗലം, വിൽസൺ കൊച്ചുപറമ്പിൽ, KM സലീം, MS നിബു, ജിജോ ജോർജ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. എന്റെ കാഴ്ചയ്ക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.